എല്ലാരും കല്ലാണ് കല്ലാണ് പുതുപ്പറമ്പ് ബസ് ഉണ്ടാ? പുതുപ്പറമ്പ് പുതുപ്പറമ്പ് ബസ്സിന് ബാങ്കര ബസ് ഇവിടെ വരും. ഇവിടെ വരും. കിരികിരി ചെരുപ്പമേലണഞ്ഞുള്ള പുതുനാരി സമൂഹത്തിൽ ഞാൻ ഇപ്പൊ വരാ തൂറാ മുട്ടിട്ട് ആ ചായക്കടി കൂട്ടിട്ട് കുറച്ച് അങ്ങോട്ട് പോയിരിക്കും. എന്താക്കാം അവിടെ തൂറിലേക്കാം? നിങ്ങൾ എന്ത് പണിയായി? നിങ്ങൾ അവിടെ നിശ്ചയിക്കാണേ? തൂറല്ല തൂരല്ല. നിങ്ങൾ കുറെ നേരം ഞാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ തൂറല്ല. നമ്മളെ പാലത്തുമ്പോ പോവാ. നമുക്ക് അവിടെ നിന്നാണ് പോയോക്കാം. വെളിക്കുമ്പൊളി കുളിക്കുവാൻ പോകുന്ന വഴി വയ്ക്കൽ പഠിക്കൽ എവിടേക്കാ പോയില്ലേ? അത് ഊറാനൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഒന്നാണ് മുങ്ങിയത് അവിടുന്ന്. അത് നമ്മളങ്ങനെ ഇരുന്നപ്പോ അങ്ങേപ്പുറത്ത് ഒരു ബൈക്കരം വന്നീന. അപ്പൊ ഞാൻ ഓനൊരു ചെറിയൊരു ഇടപാടുണ്ട്. പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും പറയണ്ട ചങ്ങായിയെ. നമ്മളെ മഴ എന്തെങ്കിലും നമ്മളെ കൃഷി എല്ലാം കൂടി ആകെ അവതാരത്തിലായില്ലേ. അപ്പൊ 5 കായില്ല കജ്ജില്. അപ്പൊ ഞാൻ ഓൻ്റെ അടുത്ത് 1 ലക്ഷം ഉറുപ്പ്യ പൈസ ബറ്റിക്ക് വാങ്ങി. അപ്പൊ അത് 1.30 കൊടുക്കണം നമ്മള്. അപ്പൊ എന്റെ അടുത്താണ് കൊടുക്കാൻ കായില്ല, കൊടുക്കാനും കൂടുന്നേ. അപ്പൊ ഞാൻ ഓനെ കാണുമ്പോ ഞാൻ പറയും ഇടക്കൊണ്ടാണ് മുമ്പ് കാട്ടുന്നു. ഇതാണ് പോയിട്ടോ പോയോട്ടെ. ഇരുട്ടമോ എനിക്കെൻ്റെ കാശ് ഇന്ന് കിട്ടണം. ഇതിനേക്കാളും വലിയ കേസൊക്കെ ഞാൻ ഏറ്റെടുത്തണം. ആ പണം ഞാൻ വാങ്ങിത്തരും. ഇതൊക്കെ ഒരു നിസ്സാരം. ഇതിനേക്കാളും വലിയ കാശൊക്കെ വാങ്ങിക്കൊടുത്തവനാണ് ഈ രാമൻ. ഇത് പഠിക്കാനോ നോക്കണേ? ചെല്ലി പോയി പഠിച്ചോളി. ചെല്ലി. ഇത് കുഞ്ഞമാക്കാൻ്റെ കൂടാ? അതെ. ആരാണ് കുഞ്ഞമാക്കാൻ്റെ? ഞാൻ മോനാണ്. മോനാണ്. അല്ലേ ബാപ്പോടെ വെക്കണ്ടല്ലോ. എന്താണ് പ്രശ്നം? എന്താ കാര്യം? എന്തേ പ്രശ്നിക്കാണോ? നിക്ക് പാപ്പാനെ വിളിച്ചാ? വിളിക്കാം. ഓക്കെ. ഇന്നെ തെരഞ്ഞേ 5 ആൾക്കാരോ? പകലേ നേരം വെളുത്ത് വൈകുന്നേരം നിങ്ങളെ തെരഞ്ഞെടുക്കുന്നു. അതേ നിങ്ങൾ 3 നേരത്തെ ഉണ്ടാവും, നട്ടപ്പാത്രമൊക്കെ ഉണ്ടാവും അറിയാം. അതേ ഞാൻ നേരത്തെ തെരഞ്ഞു വന്നത്. എന്താ എന്റെ കാര്യത്തായി തീരുമാനമായി? ഇന്റെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്താ പാപ്പത് പ്രശ്നം? എന്താ ഇവിടെ ആരാണ്? എന്താ സംഭവം? എന്താണ്? നമ്മൾ വാഴ കൃഷി എടുത്തപ്പോ നല്ല വെള്ളം വന്നു. இந்த വാഴ മീനും വെള്ളത്തിന് മുങ്ങി നശിച്ചപ്പോ ഞാൻ കുറെ വാഴക്കൊന്നും എല്ലാം കൂടി കുറച്ച് പൈസ കൊടുത്തു. അങ്ങനെ പൈസ കയറ്റി ഞാൻ 1 ലക്ഷം ഉറുപ്പ്യ കടം വാങ്ങിയത്. അപ്പൊ ആ കായിപ്പോ വാഴ വെട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പലവട്ടം ഞാൻ ഓനെ കണ്ടു ഞാൻ കഴിഞ്ഞു. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാറി നടക്കി. ഇപ്പൊ ഒരു നിവൃത്തിയില്ലാതെ ഒരു പെരീക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യത്താണ് പൈസ. നീ വാഴ വെട്ടാതെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ കുടുങ്ങിയത്. നിങ്ങൾക്ക് എത്രയല്ലോ പൈസ തരാനുള്ളത്? എനിക്ക് 1 ലക്ഷം റുപ്യന്റെ വാപ്പ 6 മാസം മുമ്പ് വാങ്ങിയത്. ഇതിന്റെ ഏർപ്പാട് എനിക്കറിയാലോ. 30,000 റുപ്യ പലിശ ഉണ്ടാവും. 1,30,000 കിട്ടണം. ഉറുപ്പിലേക്ക് വാങ്ങിയത് 30,000 അതെന്താണ്? 30,000 റുപ്യ എന്റെ ഏർപ്പാട് എനിക്കറിയില്ല. എനിക്ക് പലിശ ഉണ്ട് 30,000 റുപ്യ. അങ്ങനെ 1,30,000 റുപ്യ കിട്ടണം. കിട്ടണല്ലേ? എന്റെ വാപ്പ നിങ്ങളിത് വാങ്ങിയ പൈസ
1.30 ഉണ്ട്. 1 ലക്ഷം വാങ്ങിയിട്ടുള്ളൂ. ഇത് 1.30 ഉണ്ട്. ആയിക്കോട്ടെ. ഇത് ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി എടുത്തു വെച്ച പൈസ പോകാൻ വേണ്ടി എടുത്തു വെച്ച പൈസ. അതല്ല പൈസ ഒക്കെ നമ്മൾ വാങ്ങി തന്നില്ലേ? പൈസ കിട്ടാനുള്ള കിട്ടില്ലേ? എനിക്കൊരു 5 റുപ്യ ആയാലുണ്ട്. ഞാൻ 25, 50 വാങ്ങുന്ന ആളാണ്. ഇത് 10 റുപ്യ എനിക്ക് കിട്ടണം. ഇതൊക്കെ ഒരു നിസ്സാരം. ഇതിനെക്കാളും വലിയ കാശൊക്കെ വാങ്ങിക്കൊടുത്തവനാണ് ഈ രാമൻ. 1 ലക്ഷത്തിന് 30,000, 2 ലക്ഷത്തിന് 60, ഇപ്പൊ 3 ലക്ഷത്തിന് 90,000 റുപ്യ. ആഹാ, ഇതാണ് ഇവിടെ ബിസിനസ്. ഇങ്ങനെ തന്നെ ആവണം ബിസിനസ്. ഇനി MALAPURAM മലപ്പുറം. എന്താ ശബ്ദം? മമ്മ എത്ര ഉച്ചപ്പാടെ മമ്മ പഠിച്ചോനെ എന്റെ ഉമ്മ കാണുന്നില്ല. എന്റെ ഉപ്പാനെ തെരഞ്ഞോക്കട്ടെ. പഠിച്ചോനെ എന്റെ ഉപ്പ ഇവിടെ ഒന്നും കാണുന്നില്ല. അത് തെരഞ്ഞോക്കട്ടെ. അപ്പൊ ഞാൻ 5 ലക്ഷം കൂടി ആരെയും വാങ്ങാണ്. ഈ പഠിച്ച റബ്ബിന്റെ ലാഭം എത്ര? എന്താ പറയാ? മമ്മ മാളിന്റെ വന്ന് വീണു. പഠിച്ച റബ്ബേ, ഇത് നോക്കുമ്പോൾ പറ്റിക്കണ്ടേ? മമ്മ മുണ്ടില്ല. മരുന്ന് വാങ്ങണ സ്ഥലം എവിടെ? അവിടെയാ? ഹലോ, ഈ മരുന്ന് വേഗം തരും. കമ്മിണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഷുഗർ പറ്റാത്തോണ്ട് എനിക്കല്ല ചൂട്. ഞാൻ പിന്നെ ആദ്യം ഷുഗറിന്റെ ആളാ. എന്ത് ഒന്നും ചേട്ടാ, ഞാനേ എന്റെ പെണ്ണുങ്ങൾ പേരിന്റെ മുകളിൽ വീണിക്കാണ്ടേ നല്ല പരിക്കുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കിക്കണം. അപ്പോൾ ഞാൻ മരുന്ന് വാങ്ങിച്ചാൽ പേരാണ്. എന്താ അതും നല്ല പരിക്കാണ്. ശേവോ അയാൾക്ക് അതും അതിന്റെ അങ്ങേപ്പുറം വരും. കാരണം വെച്ചാല് അതിനെപ്പറ്റി ശേവന അറിയില്ലല്ലോ. എന്താണ്? വെറും പട്ടിപ്പലിശന്റെ ആളാ. എമ്മോ ഞാനിപ്പോ നമ്മളവിടുന്ന് ആ 1 ലക്ഷം റുപ്യക്ക് വിസക്ക് പോകാനുള്ള ഒരാളെ പൈസ 1 ലക്ഷം റുപ്യക്ക് 1.30 പലിശ വാങ്ങി കൊടുത്ത മനുഷ്യരാണ്. പക്ഷേ ഞാൻ അയാളായിട്ട് നല്ല ബന്ധാണല്ലോ. അയാൾക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും നമ്മളറിയില്ലല്ലോ. എന്നല്ല ഇപ്പൊ പറഞ്ഞത്. അയാൾക്ക് അങ്ങനത്തെ പരിപാടി അർച്ചതം പറയാം. എന്നാ അതിനൊന്ന് കാണല്ലോ. അയമോ ഞാനിത് അറിയില്ലല്ലോ അതൊന്നും. അയമോ നിക്കേ ഞാൻ അർജന്റ് പോകാം. നിക്ക അർജന്റ് അവിടെ നിക്കട്ടെ. പിന്നെ ഞാൻ എന്തിപ്പോ സംഭവിച്ചത്? അത് പെണ്ണുങ്ങളെ മാളി വീണതാണ്. നല്ല പരിക്കുണ്ട്. അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. ഞാൻ മരുന്നൊക്കെ വായിച്ച അർജന്റ്. നമ്മൾ തമ്മിൽ നല്ല ലോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് പോയിക്കോളാം. എന്നിട്ട് പോയിക്കോളെ നിങ്ങള്. ഇത് വരാനുള്ളത് നമുക്ക് വൈക്ക് തങ്ങൂല. നിങ്ങൾക്ക് എന്താ പരിപാടി? എന്താ ഞാൻ കേട്ടതല്ലോ ഒരു സംഗതി കുറിച്ച് ഇൻട്രസ്റ്റിന് ഒരുക്കണ പരിപാടി ഉണ്ടാ ഏത് ഇങ്ങനത്തെ ഒരു ശാപം കുടിച്ച പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് ഉണ്ടാകല്? ഇതിപ്പോ കണ്ടാച്ച് ഇന്നിപ്പോ എന്റെ പെണ്ണുങ്ങൾ ഊണുകാണ്ട് ആസ്വദിലാണ്. എത്ര രൂപ ചെലവായിപ്പോ എനിക്ക്? ശരിയാണ്. ഞാൻ ഒരുപാട് ചെലവായിപ്പോ ഇപ്പൊ 2 ലക്ഷം. ഞാൻ ഏതൊരു പെരി ബൈക്കാണ്ട് 1.30 വാങ്ങി പറഞ്ഞിട്ടു. 1 ലക്ഷം 1.30 വാങ്ങി. 1.30 ഇവിടെ എത്ര പോയി? നഷ്ടമാണ്. ഇത് ഇങ്ങനെ മനുഷ്യന്മാർ ശപിച്ച് തരുന്ന പൈസയാണ്. ഒരിക്കലും നമുക്കത് ഉപകാരപ്പെടൂല. പലിശന്റെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ തോന്നും ഇന്നിങ്ങോട്ട് വരും, നാളെ അതേമാതിരി പോകും. നമുക്ക് ആ പൈസ കൊണ്ട് ഒരു നിലക്കും നമ്മൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് കാര്യമില്ല. ഒരു നിലക്കും നമ്മളെ കുട്ടികൾ അതുകൊണ്ട് തിന്നാല് നന്നായി കിട്ടും. ഇതെനിക്കൊരു പാടാകട്ടെ. ഞാൻ വിളിച്ചെത്തിയത് ഇപ്പൊ തിരക്കുടിച്ച് പോകണമെന്നല്ല. ഞാൻ വിളിച്ചെത്തിന്റെ കാരണം തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഇല്ലെങ്കിലും ഇതൊരു പാടാകട്ടെ. ഞാൻ പറഞ്ഞു കേക്ക്. ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ എനിക്ക് ഇങ്ങനെ ചെലവായി പോയി. ഞാൻ ഈ പരിപാടി നിർത്തി. എനിക്ക് ഇനി വേണ്ട. മേലാൾക്ക് എത്രകാലം മുതലും ഭൂമിയും നിൽക്കണ്ട എനിക്കുണ്ട്. നല്ല ആൾക്ക് ജീവിക്കാലുണ്ട്. ഞാൻ നല്ലോണം ഉണ്ടാക്കിയിരുന്നു. ഈ പരിപാടി വേണ്ട. ഈ കച്ചവടം വേണ്ട. ചെയ്തു പോകാൻ ഇത് ഹൈറായിക്കാണ്ട് നല്ല ആൾക്ക് ഈ പരിപാടി നിർത്തി. മേലാൽ ഇല്ല, ഞാൻ ചെയ്യൂല. ഞാൻ പഠിച്ചു പോ.
ഞാൻ ഈ ബിസിനസ്, അതായത് ഈ പലിശ പണം കൊണ്ട് ഒരുപാട് സമ്പാദിച്ചിരുന്നു. അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അത് മുഴുവനും ഹോസ്പിറ്റലിൽ മറുപടി ചിലവായി പോയി. പടച്ചോനെയും പടിഞ്ഞ് ഞാൻ ചെയ്യൂല. ഞാൻ